Welcome to day 1 by 5 of learning Meg 5. Today we will be dealing with Plato's criticism of artists in ideal state. Plato's criticism of artists, especially poets in his ideal state, as described in the Republic primarily in Book 2, 3, and 10, is based on moral, philosophical, and educational കൺസേൺസ്. പ്ലാറ്റോ എഴുതിയിട്ടുള്ള റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ ആർട്ടിസ്റ്റുകളെ എസ്പെഷ്യലി പോയറ്റ്സിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹി സീസ് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് ആസ് എ ത്രെറ്റ്, ഒരു ഭീഷണി പോലെയാണ് കാണുന്നത് ടു റീസൺ, ട്രൂത്ത് ആൻഡ് വെർച്യൂ വിച്ച് ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഹിസ് ജസ്റ്റ് സൊസൈറ്റി. ഇനി ഇതിന് പിന്നിലുള്ള റീസൺസ് നോക്കാം. നമ്പർ 1, ആർട്ട് ഇസ് ഇമിറ്റേഷൻ ആൻഡ് ഫാർ ഫ്രം ട്രൂത്ത്. Plato argues that art, especially poetry, painting, and drama, is mimesis, mere imitation. The physical world is already a copy of the perfect forms or ideas. Therefore, art is a copy of a copy, twice removed from reality, and leads us away from truth. ഇവിടെ ആർട്ട് ഒരു ഇമിറ്റേഷൻ ആണെന്നും അത് ട്രൂത്തിൽ നിന്ന് ഒരുപാട് അകലെയാണെന്നാണ് പ്ലാറ്റോ പറയുന്നത്. ബിക്കോസ് ഫിസിക്കൽ വേൾഡ് ഈസ് ഓൾറെഡി എ കോപ്പി ഓഫ് പെർഫെക്റ്റ് ഫോം ഓഫ് ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ മാനുഫാക്ചറിങ് ഓഫ് എ ചെയർ. അതിനൊരു പെർഫെക്റ്റ് ഫോം ഓഫ് ഐഡിയ ഉണ്ടാകും, അതിൻ്റെ ഒരു കോപ്പി മാത്രമേ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഫിസിക്കൽ വേൾഡിൽ. ആൻഡ് ഈ ചെയറിനെ വർണ്ണിക്കുന്ന ആർട്ടിസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പെർഫെക്റ്റ് ഫോമിൻ്റെ കോപ്പിയുടെ കോപ്പിയാണ്, വിച്ച് ഈസ് ഫാർ ഫ്രം റിയാലിറ്റി. ആർട്ട് അപ്പീൽസ് ടു ഇമോഷൻസ്, നോട്ട് റീസൺ. ആർട്ട് മെയിനായിട്ട് കൺവേ ചെയ്യുന്ന ഇമോഷനാണ്, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ഐഡിയൽ സ്റ്റേറ്റ്. പ്ലാറ്റോ സീസ് ദ സോൾ ആസ് ഹാവിങ് 3 പാർട്സ്: റീസൺ, സ്പിരിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. റീസൺ എന്ന് വെച്ചാൽ അബിലിറ്റി ടു തിങ്ക് ആൻഡ് മേക്ക് വൈസ് ഡിസിഷൻസ്. സ്പിരിറ്റ് മീൻസ് കറേജ് ആൻഡ് ഇമോഷൻസ്. അപ്പറ്റൈറ്റ് അവർ ഡിസയേഴ്സ് ആൻഡ് ബേസിക് നീഡ്സ്. ദ ഐഡിയൽ സ്റ്റേറ്റ് വാല്യൂസ് റീസൺ above all. So, for an ideal person, reason should be above appetite and spirit. Also, art, especially tragedy and poetry, stirs the emotional parts of the soul. Tragedy and poetry evokes emotions and അതുപോലെ rational control reduce ചെയ്യുന്നു. For example, when watching a tragedy, people sympathize with characters doing irrational or immoral things, which trains them to indulge similar emotions in real life. അതായത് ഒരു ട്രാജഡി കാണുമ്പോൾ ആളുകൾ സിമ്പതൈസ് ചെയ്യാണ് ചെയ്യുന്നത് ആ ക്യാരക്ടർ. ഇപ്പോൾ മാക്ബത്തിൻ്റെ ഡൗൺഫാളിനെ ആളുകൾ സിമ്പതൈസ് ചെയ്യുന്നു, ഈവൻ ഇഫ് ഹി ഹാസ് ഡൺ ഇമ്മോറൽ തിങ്സ്. സോ അതുവഴി റിയൽ ലൈഫിലും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരങ്ങനെ ആയിരിക്കും ഫേസ് ചെയ്യുക എന്നാണ് പ്ലാറ്റോ പറയുന്നത്. നമ്പർ 3, ആർട്ടിസ്റ്റ് ഇമിറ്റേറ്റ് വിത്തൗട്ട് നോളജ്. Artists don't have true knowledge of what they depict. They only present appearances. A poet writing about justice or bravery doesn't understand those concepts like a philosopher or statesman does. ജസ്റ്റിസ് ഓർ ബ്രേവറി എന്ന തീമിലൊരു പോയറ്റ് എഴുതുമ്പോൾ അത് അവർക്ക് ഫിലോസഫർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ, ഭരണത്തിലിരിക്കുന്ന ആൾക്ക് അറിയുന്ന പോലെ ഒരിക്കലും പോയറ്റിന് ആ കൺസെപ്റ്റ് മനസ്സിലാവില്ല. സോ അത് ആർട്ടിനെ മിസ്റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, റിയാലിറ്റിയെ മിസ്റെപ്രസെൻ്റ് ആണ് ചെയ്യുന്നത്. അതുവഴി ഓഡിയൻസിനെ മിസ്ലീഡും ചെയ്യുന്നുണ്ട്. ഇനി നമ്പർ 4, മോറൽ കറപ്ഷൻ. പോയറ്റ്സ് ഡെപിക്ട് ഗോഡ് ആൻഡ് ഹീറോസ് ബിഹേവിങ് ഇമ്മോറലി, ലൈങ്, ചീറ്റിംഗ്, ഗ്രീവിങ് എക്സസീവ്ലി. പ്ലാറ്റോ ബിലീവ്സ് ദിസ് സെറ്റ്സ് എ ബാഡ് എക്സാമ്പിൾ ഫോർ യൂത്ത്. ഗോഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഫിഗർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവർ തെറ്റ് ചെയ്യുന്നത് പോയറ്റ്സൊക്കെ കാണിക്കുമ്പോൾ അതുവഴി യൂത്ത് മനസ്സിലാക്കുന്നത് തെറ്റ് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണ് എന്നാണ്. പ്ലാറ്റോ കോട്ട്സ് ദാറ്റ് വി മസ്റ്റ് നോട്ട് ടെൽ ടെയിൽസ് അബൌട്ട് ഗോഡ്സ് വാരിങ്, ലൈങ് ഓർ ആക്ടിങ് അൺജസ്റ്റ്ലി. ഇനി നമ്പർ 5, ബാൻ ഓർ സെൻസർഷിപ്പ് ഓഫ് പോയറ്റ്സ്. ഇൻ ഹിസ് ഐഡിയൽ സ്റ്റേറ്റ്, പ്ലാറ്റോ ആർഗ്യൂസ് ഫോർ സെൻസർഷിപ്പ് ഓഫ് പോയട്രി ആൻഡ് ആർട്ട് ദറ്റ് മിസ്ലീഡ്സ്, കറപ്റ്റ്സ് ഓർ വീക്കൻസ് മോറൽ ക്യാരക്ടർ. മോറൽ ക്യാരക്ടറിനെ മിസ്ലീഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോയട്രീനെ സെൻസർ ചെയ്യണമെന്നും അത്തരം മോറൽ ആൻഡ് ഫിലോസഫിക്കൽ വാല്യൂ ഇല്ലാത്ത പോയംസ് ക്രിയേറ്റ് ചെയ്യുന്ന പോയറ്റ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുമാണ് പ്ലാറ്റോ പറയുന്നത്. ഹി കോട്ട്സ് ദാറ്റ് ദർ ഈസ് എൻ ഓൾഡ് കോറൽ ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് പോയട്രി. നൗ ലെറ്റ്സ് സമ്മറൈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. Plato's objection: art is an imitation because it is far from truth and reality. Then art excites emotions because it undermines reason and self-control. Then artists lack true knowledge.
because they imitate without understanding, and art misleads society because it disrupts the harmony of the ideal state. And the solution for this: ban or censor art unless it supports virtue and reason. റിയാലിറ്റിയിൽ നിന്നും ഒരുപാട് അകലെയുള്ള മിയർ കോപ്പി ഓഫ് കോപ്പി മാത്രം ആണ് ആർട്ട്. അതുകൊണ്ട് തന്നെ അത് ഇമിറ്റേഷൻ ആണ്. അതുപോലെ ഇത് റീസൺ ആൻഡ് സെൽഫ് കൺട്രോളിനേക്കാളും ഇമോഷൻസിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ആർട്ടിസ്റ്റ് തൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ വിഷയത്തിൽ, ആ സബ്ജക്റ്റിൽ അവർക്ക് പാണ്ഡിത്യമൊന്നുമില്ല. ആൻഡ് ആർട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് സൊസൈറ്റി ഐഡിയൽ സ്റ്റേറ്റിൽ നിന്നും. അതിന് സൊല്യൂഷൻ എന്ന രീതിയിൽ പ്ലാറ്റോ പറയുന്നത് സെൻസർഷിപ്പ് ഓഫ് സച്ച് പോയംസ് അല്ലെങ്കിൽ ആർട്ടാണ്. അതായത് റീസൺ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ആർട്ടിനെ ബാൻ ചെയ്യണമെന്നാണ് പ്ലാറ്റോ പറയുന്നത്. സോ ഇതുകൊണ്ടാണ് പ്ലാറ്റോ വാണ്ട് ദ ആർട്ടിസ്റ്റ് ടു ബി കെപ്റ്റ് അവേ ഫ്രം ദ ideal state. So that's all about the topic, and please do subscribe and you will be notified of our day 2 by 5 of learning Mag 5.